ഇന്ന് നമ്മളുള്ളത് ജസ്റ്റിൻ സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ ടൈക്കോ വൈസോണിക് എന്ന് പറഞ്ഞ അലാമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് അലാം ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന ടൈക്കോ വൈസോണിക് PM33 എന്ന് പറഞ്ഞ പാനൽ. ഇത് പാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ള വയേർഡ് സോൺ നമുക്ക് ഓരോ സോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പാനലാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ പാനലിന് ഒരു കീപാഡും കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ കീപാഡ് നമുക്ക് ഈ ഇതിൽ ചെയ്തേക്കുന്ന ഓരോ സോണും നമുക്ക് അറിയാനും അതിൽ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കീപാഡ് വഴി നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ പാനലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനലിൽ 275 സോൺ വരെ നമുക്ക് വയേർഡും വയർലെസ് ആയിട്ടുള്ള ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് നെറ്റുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിമ്മ് വേണമെങ്കിൽ സിമ്മ് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് നെറ്റാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുവഴി തന്നെ നമുക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ വഴി നമുക്ക് എവിടെ ഇരുന്നാലും, ലോകത്ത് എവിടെ ഇരുന്നാലും, നമ്മുടെ വീടിൻ്റെ ഏത് സൈഡിൽ എന്ത് ട്രസ്റ്റ് നടന്നാലും നമുക്ക് ആ നിമിഷം തന്നെ നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏത് സോണിലാണ് നമുക്ക് ഈ പാനലിൽ വന്നേക്കുന്നത്, ഏത് സോണാണ് അടിച്ചിരിക്കുന്നത്, അലാം അടിച്ചേക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം വയർലെസ് ആണ്, ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് ഓരോ സെൻസറുകളും. അതുപോലെ തന്നെ ഔട്ട്ഡോർ സെൻസർ, PR സെൻസർ നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് വീടിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന ഡോർ കോണ്ടാക്ട്, PR സെൻസർ, ഗ്ലാസ് ബ്രേക്ക് സെൻസർ എന്നുള്ള സെൻസറിൻ്റെ എല്ലാം നമ്മൾ ലിഥിയൻ ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒരു 3 ഇയർ ബാക്കപ്പ് നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. ആ സെൻസറുകളിൽ എന്തെങ്കിലും നമുക്ക് ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് കുറയുകയാണെങ്കിൽ നമുക്കത് മെസ്സേജായിട്ട് മൊബൈലിൽ അറിയാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കും. അതാണ് ഈ പാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പാനലാണിത്. അതുപോലെ നമുക്ക് ഇതിൽ ഫോൾസ് അലാമോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. എല്ലാം പക്ക എന്തെങ്കിലും ജെനുവിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നടന്നാൽ മാത്രമാണ് ഈ പാനൽ നമുക്ക് സിഗ്നൽ തരികയുള്ളൂ. ഇതാണ് നമ്മൾ ഡോറിൽ ചെയ്യുന്ന ഡോർ കോണ്ടാക്ട്. ഈ ഡോറിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2 ഡിവൈസ് ഉണ്ട്. ഈ ഡോർ എന്തെങ്കിലും ബ്രേക്കപ്പോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അലാമായിട്ട് നമ്മുടെ പാനലിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയും അലാം ഇവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് മൊബൈലിലും അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ PR സെൻസർ, മോഷൻ സെൻസർ എന്നൊക്കെ പറയുന്നത്. ആ സെൻസറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനലുണ്ട്, അല്ലാണ്ട് ഭിത്തികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും ബ്രേക്കേജോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹ്യൂമൻ അകത്ത് വരുമ്പോൾ തന്നെ ഇത് സെൻസ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് പാനലിലേക്ക് സിഗ്നൽ കൊടുത്ത് അപ്പോൾ തന്നെ നമ്മളിവിടെ അലാം അടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ അലാം തന്നെ നമ്മുടെ മൊബൈലിൽ, നമ്മൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ലോകത്ത് എവിടെ ഇരുന്നാലും ആ അലേർട്ട് നമ്മുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ വീട്ടിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഗ്ലാസ് പോർഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും ബ്രേക്കേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളിവിടെ സെൻസർ ചെയ്തിട്ടുണ്ട്. അതിന് വയ്ക്കുന്ന സെൻസറാണ് നമ്മൾ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഗ്ലാസ് ബ്രേക്ക് സെൻസർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ സെൻസർ ഇവിടെ എന്തെങ്കിലും നമുക്ക് ബലമായിട്ട് എന്തെങ്കിലും നമ്പറിൽ അടിക്കുകയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ വൈബ്രേഷൻ കാര്യങ്ങൾ വരും. ആ വൈബ്രേഷനാണ് ആ സെൻസർ സിഗ്നൽ ചെയ്തിട്ട് നമ്മുടെ പാനലിലേക്ക് കൊടുക്കും. അപ്പോഴും നമുക്ക് അലാം ജനറേറ്റ് ചെയ്യും. ആ അലാം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിൽ ഏത് സോണിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി നമുക്കിത് അറിയാൻ പറ്റും. അതാണ് ഈ പാനലിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് സെൻസർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെരിമീറ്റർ സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസറാണ്. ഇതാണ് ആ പെരിമീറ്റർ സെൻസർ നമുക്ക് വരുന്നത്. ഇത് നമ്മൾ വീടിന് ചുറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാൾ എൻട്രി നടത്തുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി ചെയ്താൽ മതി. ഇതിലിങ്ങനെ എൻട്രി ചെയ്താൽ തന്നെ നമുക്ക് അലാം ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എൻട്രി, ഒരു ട്രഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അലാമിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി വയ്ക്കുന്ന ഡിവൈസാണ് ഇവിടെ മുകളിൽ കാണുന്നത്. ഇതുപോലത്തെ ഡിവൈസ് നമ്മളിവിടെ ചുറ്റിലും വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളൊരു എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗണ്ടിൽ നമുക്ക് അലാമായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ട്രഫ്റ്റിന് വരുന്ന ഒരാൾ പെട്ടെന്ന് പാനിക്കാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഈ പാനലിൽ നമ്മൾ ചെയ്യുന്നത്.